രക്ഷിതാക്കളെ, പ്രിയമുള്ള കൂട്ടുകാരെ, നബിദിനത്തിനോടനുബന്ധിച്ച് കുട്ടികളുടെ കലാമത്സരത്തിൽ വേറിട്ടൊരു പരിപാടിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിലെ പ്രസിദ്ധമായ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം. വയനാട് ദുരന്തം കഴിഞ്ഞതോടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. 2014 മുതൽ മലയാളികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വസിക്കുന്ന നാം ഭീതിയോടെ കാണുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച. കേരളത്തിന്റെ 5 ജില്ലകളെയും അതിൽ വസിക്കുന്ന 40 ലക്ഷത്തോളം ആളുകളുടെ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന വലിയ ദുരന്തം. ഇതിന്റെ ചരിത്രവും ഉത്ഭവവും നിർമ്മിതിയും ചർച്ച ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ ഒരു ഡാമിന്റെ തകർച്ചയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. യമനിലെ മആരിബ് എന്ന അണക്കെട്ടിന്റെ തകർച്ചയാണിത്. ഇതിനെക്കുറിച്ച് അല്പം പറഞ്ഞതിനു ശേഷം നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിവായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് രുചിക്കാൻ വേണ്ടിയാണ്. സൂറത്ത് സബഅയിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. لقد كان سبع في مسكنهم آية جنات عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور فعرضوا فأرسلنا عليهم سيل العظيم. പ്രാചീന കാലത്ത് യമനിലെ മആരിബ് എന്ന അണക്കെട്ടിന്റെ തകർച്ചയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഏകദേശം മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് സമാനതകളുള്ള അണക്കെട്ടാണിത്. ക്രിസ്താബ്ദം 542-ന്റെയും 570-ന്റെയും ഇടയിൽ സംഭവിച്ച അണക്കെട്ടിന്റെ തകർച്ചയുടെ ചരിത്രം ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെ നമുക്ക് വായിക്കാം. തീർച്ചയായും സഭാദേശക്കാർക്കും തങ്ങളുടെ വാസകേന്ദ്രത്തിൽ തന്നെ ദൃഷ്ടാന്തമുണ്ട്. അതായത് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി 2 തോട്ടങ്ങൾ. അവരോട് പറയപ്പെട്ടു, നിങ്ങളുടെ രക്ഷിതാവ് തന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, അവരോട് നന്ദി കാണിക്കുകയും ചെയ്യുക. എന്നാൽ അവർ പിന്തിരിഞ്ഞു. അപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ മേൽ നാം അയച്ചു. അവർ നന്ദി കേട് കാണിച്ചതിന് ഫലമായി നൽകിയതാണ് നാം. ഇതിന്റെ ആശയം, അറേബ്യ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് യമൻ മുതൽ പലസ്തീൻ വരെ നീണ്ടുകിടക്കുന്ന ഒരു പർവ്വതനിരയുണ്ട്. ജിബാൽ സറാത്ത് എന്നാണ് അതിന്റെ പേര്. പർവ്വതനിരകളിൽ പെയ്യുന്ന മഴകളെല്ലാം ഒരു പുഴ പോലെ ഒഴുകി യമനിലെ മആരിബിനടുത്തേക്ക് പർവ്വതനിരയിലൂടെ ചേരുന്നു. 2 പർവ്വതങ്ങളുടെ ഇടുക്കിലൂടെയാണ് ഈ പുഴ മആരിബിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ടാണ് രാജാവ് സദ് മആരിബ് എന്ന് പേര് വെച്ചത്. ആ മലയിടുക്കിന്റെ വീതി 600 മുഴമാണ്. ആ പർവ്വതങ്ങളുടെ ഇടുക്കിലൂടെയാണ് ഡാം പണി കഴിച്ചത്. 200 അടി നീളവും 150 അടി ഉയരവും ഉണ്ടായിരുന്നു. തൽഫലമായി ജലത്തിന്റെ വലിയ സ്രോതസ് രൂപപ്പെട്ടു. ഡാമിന്റെ വലതും ഇടതും ഭാഗത്തുമായി 2 ഉദ്യാനങ്ങൾ ഉയർന്നു വന്നു. ഒരു കുട്ടയുമായി തോട്ടത്തിലൂടെ നടന്നാൽ മറുകരയിലെത്തുമ്പോഴേക്കും കുട്ട നിറയും. കൈകൊണ്ട് പഴങ്ങൾ പറിക്കേണ്ടതില്ല. പഴങ്ങൾ വീണ്ടുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ തോട്ടങ്ങളായിരുന്നു അത്. കാലങ്ങൾക്കിടെ അവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർന്നു. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നന്ദികേട് കാണിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അകാരണം കൊണ്ട് അണക്കെട്ട് തകർത്ത് ജലപ്രവാഹത്തെ അവരിലേക്ക് അയച്ചു. അവരെ മുക്കി നശിപ്പിക്കുകയും തോട്ടങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ സുപ്രസിദ്ധ എഴുത്തുകാരും ചിന്തകരുമായ മിസ്വൽ റഹ്മാൻ, ആസിം മദിനാൻ, മുഹമ്മദ് ഫായിസ്, ഇഹ്സാൻ നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞ് മുല്ലപ്പെരിയാർ ദ റിയൽ ഹിസ്റ്ററി എന്ന നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മോട് സംവദിക്കുന്നത് മിസ്റ്റർ മിസ്വൽ ആണ്. മിസ്വൽ, എന്താണ് മുല്ലപ്പെരിയാർ ഡാം? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഇടുക്കി ജില്ലയിലുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. പീരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് വരുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിഞ്ഞിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ അണക്കെട്ടിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അടുത്തത് സംസാരിക്കുന്നത് ആസിം മദിനാനാണ്. ആസിം, എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്ര പശ്ചാത്തലം? മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ പെനീക്ക്. അദ്ദേഹവും മേജർ റൈവും കൂടെ വളരെ കാലം പരിശ്രമിച്ച് ഈ അണക്കെട്ടിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അന്നത്തെ കാലത്തെ 62 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. 1887-ൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ജോലിക്കാർ വന്യമൃഗങ്ങൾക്കിരയായി കുറേയേറെ പേർ ഒലിച്ചുപോയി. ഇതോടെ ഈ നിർമ്മാണം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനീക്ക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി.
പിന്നീട് തന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് പണമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം പുനർ ആരംഭിക്കുകയും ചെയ്തു. 1895 നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. ഇന്നത്തെ കാലത്തെ 81,30,000 രൂപ ആകെ ചിലവായി. താങ്ക് യു. അടുത്തത് സംസാരിക്കുന്നത് ഫൈസ്. എന്തായിരുന്നു ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യം? അസ്സലാമലൈക്കും. അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവപ്പെടുന്ന മധുര, രാമനാഥപുരം, ദിണ്ടിക്കൽ, കമ്പം, തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകുന്നതായിരുന്നു പ്രധാന നിർമ്മാണ ലക്ഷ്യം. താങ്ക് യു. അടുത്ത സംസാരിക്കുന്നത് ഇസ്ഹാനാണ്. ഇസ്ഹാൻ, എന്താണ് ഈ ഡാമിന്റെ തർക്ക വിഷയം? അസ്സലാമലൈക്കും. ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു. ചുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും ഇതിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും അറിയിച്ചു. പക്ഷേ 2014 മെയ് 7-ന് 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്നും അണക്കെട്ട് സുരക്ഷിതമാണെന്നും വിധി എഴുതി സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായി വിധിച്ചു. താങ്ക് യു. വിസ്വൽ, എത്ര പഴക്കമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്? ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1200 അടി നീളവും 176 അടി ഉയരവുമാണ് അണക്കെട്ടിനുള്ളത്. 1895 നിർമ്മിച്ച അണക്കെട്ട് 999 വർഷത്തേക്ക് തമിഴ്നാട് പാടത്തിനെടുത്തിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിലാണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ്. ഒരണക്കെട്ടിന്റെ കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. താങ്ക് യു. എന്താണ് ഡാമിന്റെ സുരക്ഷാ പ്രശ്നം? 1. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 129 വർഷത്തെ പഴക്കമുണ്ട്. ഒരു അണക്കെട്ടിന്റെ കാലാവധി 50 മുതൽ 60 വർഷം വരെയാണ്. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ അണക്കെട്ടിന് കഴിയില്ല. 2. നിർമ്മാണത്തിന് ഉപയോഗിച്ച മിശ്രിതങ്ങൾ ഇത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല. ഏറെ ഭാഗം ഒഴുകിപ്പോയി. 3. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ പ്രദേശത്താണ്. 4. അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. 5. അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ ഉള്ളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സന്ദർഭത്താൽ അടിത്തറ ഇളകാനും നിലം പതിക്കാനും സാധ്യതയുണ്ട്. താങ്ക് യു. ഫൈസ്, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്ത് സംഭവിക്കും? ഇടുക്കി, എറണാകുളം, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളെ ബാധിക്കും. കേരളത്തിന്റെ ഭൂപടത്തിലെ മധ്യ കേരളം പൂർണ്ണമായി നാമാവശേഷമായി മാറും. ഏകദേശം 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ഇതിനുശേഷം വരുന്ന പകർച്ചവ്യാധി കേരളം മുഴുവൻ വ്യാപിക്കും. ഡാം പൊട്ടി ജലം നഷ്ടപ്പെടുന്നതോടെ തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം എന്നീ സ്ഥലങ്ങളെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ വരൾച്ചയിലും പട്ടിണിയിലുമായി മാറും. ഇടുക്കിയിൽ നിന്ന് 3-4 മണിക്കൂർ കൊണ്ട് വെള്ളം കൊച്ചിയിലെത്തും. റോഡ് ഗതാഗതം വഴി ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം റോഡിൽ വാഹനങ്ങളെ കൊണ്ട് നിറയും. ഗതാഗതക്കുരുക്കിൽപ്പെട്ടവർ വാഹനത്തിൽ ഇരുന്ന് മരണപ്പെടുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു. ഇസ്ഹാൻ, ഈ തകർച്ച ഒഴിവാക്കാൻ എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാനുള്ളത്? മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ടണലുകൾ നിർമ്മിക്കുകയും ഈ വെള്ളം ശേഖരിക്കുന്നതിന് തമിഴ്നാട്ടിൽ പുതിയ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ് മെട്രോമാൻ ഇ ശ്രീധരൻ നിർദ്ദേശിക്കുന്നത്. ഇതുവഴി ഡാമിലെ ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്താനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. അതോടുകൂടി ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ അടുത്ത 50 വർഷത്തേക്ക് യാതൊരു സുരക്ഷാ പ്രശ്നവും ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു. പുതിയ ഡാം നിർമ്മാണം 10 വർഷം മുതൽ 15 വർഷം വരെ നീണ്ടു നിൽക്കുമെന്നും വൻ സാമ്പത്തിക ചെലവ് വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെല്ലാം ഭൗതിക നിർദ്ദേശങ്ങളും പരിഹാരങ്ങളുമാണെന്നും ഇതിനപ്പുറം നമ്മയും ഈ ലോകം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോട് നമുക്ക് ആത്മാർത്ഥമായി തേടാം. അള്ളാഹു നമുക്കും നമ്മുടെ നാടിനും സംരക്ഷണവും കാവലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുല്ലപ്പെരിയാർ ദറിയൽ ഹിസ്റ്ററി എന്ന പരിപാടി ഇവിടെ സമാപനം കുറിക്കുന്നു.
ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന ശ്രോതാക്കൾക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ ഉസ്താദിനും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.